എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു NRI അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും NRO, NRI, PIS, നോൺ PIS അക്കൗണ്ടുകൾ ഏതാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് നമ്മളൊരു കമ്പാരിസൺ വഴി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓരോ പ്രൊസീജിയറും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. NRIs ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടൈം ഗ്രോത്തിന് സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഹൈ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനും ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സാധാരണ ചില NRIs ആളുടെ നാട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഒരു സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കുകയും അതുപോലെ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ വിദേശ സ്ഥലത്ത് ചെന്നതിന് ശേഷമായിരിക്കും അവർ ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ലീഗലി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. ഇപ്പം ആൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്കൊരു പെനാൽറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല കംഫർട്ടായിട്ട് പോകുന്നതിന് വേണ്ടി ഒരു NRI അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. NRIസിന് സെറോദയിൽ ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സെറോദ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 40,000+ PIS ആൻഡ് നോൺ PIS NRI അക്കൗണ്ടുകൾ സെറോദ ഓൾറെഡി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ട്രാൻസ്പെറൻറ്റ് ചാർജ് സെറോദയിൽ നമുക്ക് അക്കൗണ്ട് എടുക്കുന്നതിനുള്ള ഫീസ് വരുന്നത് 500 രൂപയാണ്. ഇപ്പം നോൺ PIS അക്കൗണ്ടിലാണെങ്കിൽ ബ്രോക്കറേജ് ഫോർ ഇക്വിറ്റി ഡെലിവറി ട്രേഡിന് 0.5% ഓർ 100 അതിലേതാണോ കുറവാണ് ചാർജ് ആയിട്ട് വരുന്നത്. PISലാണെങ്കിൽ 0.5% ഓർ 200 അതിലേതാണോ കുറവാണ് ചാർജ് ആയിട്ട് വരുന്നത്. ആക്സസ് ടു ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം ഇന്ത്യൻ സിറ്റിസണിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇക്വിറ്റിയിലും മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ ETF-ലും എല്ലാം NRIസിനും ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ആക്സസ് ടു ഓൾ പ്ലാറ്റ്ഫോംസ് ഇപ്പൊ സെറോദയുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും NRIസിനും ആക്സസ് ആകാം. ലൈക്ക് കൈറ്റ്, കൺസോൾ, കോയിന്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് NRI സപ്പോർട്ട് സെറോദ നമുക്ക് NRI സപ്പോർട്ടും പ്രൊവൈഡ്. NRIസിന് 2 രീതിയിലുള്ള ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കാൻ സാധിക്കും. PISും അതുപോലെ തന്നെ നോൺ PISും. അപ്പോൾ PIS എന്താണ്, നോൺ PIS എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് NRI എന്താണ്, NRO എന്താണെന്ന് നമ്മൾ അറിയണം. NRI ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ നിന്ന് മാത്രം നമുക്ക് ഇൻകം കിട്ടുവാണെങ്കിലാണ് നമ്മൾ NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. NRO ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ നിന്നും അതുപോലെ നമ്മുടെ ഹോം കൺട്രിയിൽ നിന്നും നമുക്ക് ഇൻകം ലഭിക്കുവാണെങ്കിലാണ് നമ്മൾ NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ PISന്റെയും നോൺ PISന്റെയും ഒരു കമ്പാരിസൺ നമുക്ക് കണ്ടു നോക്കാം. ഏതാണ് ബെറ്റർ എന്ന് നമുക്കൊന്ന് ഒരു കമ്പാരിസൺ വഴി കണ്ടു നോക്കാം. ഇപ്പം PIS നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ RBI ഒരു PIS ലെറ്ററിന്റെ ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് നോൺ PIS അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ആ ലെറ്ററിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് PIS അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് HDFC, ഇൻഡ്യൂസിന്റെ IDFC ഫസ്റ്റ്, ആക്സിസ് ആൻഡ് യെസ് ബാങ്ക് ആണ്. പക്ഷേ നമുക്ക് നോൺ PISലാണെങ്കിൽ ഏത് ബാങ്ക് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ചാർജസിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് PISലാണെങ്കിൽ ഇക്വിറ്റി ബ്രോക്കറേജ് വരുന്നത് 0.5% ഓർ 200 അതിലേതാണോ കുറവ് അതാണ് വരുന്നത്. പക്ഷേ നമുക്ക് നോൺ PISൽ വരുവാണെങ്കിൽ 0.5 ഓർ 100 അതിലേതാണോ കുറവാണ് ചാർജ് വരുന്നത്. AMCലാണെങ്കിൽ രണ്ടിലും 500+ GST പെർ ഇയർ ആണ് വരുന്നത്. സപ്പോർട്ടിംഗ് സെഗ്മെന്റ് നമുക്ക് PISലാണെങ്കിൽ ഇക്വിറ്റിയിലും മ്യൂച്വൽ ഫണ്ടിലും മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് നോൺ PISലാണെങ്കിൽ ഇക്വിറ്റിയിലും മ്യൂച്വൽ ഫണ്ടിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും BTSലും നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഉണ്ട്. PISലാണെങ്കിൽ നമുക്ക് ആ ഫോറിൻ കൺട്രിയിൽ എത്രയാണോ ടാക്സ് റേറ്റ് വരുന്നത് അതായിരിക്കും ഡിഡക്ഷൻ വരുന്നത്. ഇപ്പം നോൺ PISലാണെങ്കിൽ TDS ആണ് നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സമ്മറൈസ് ചെയ്ത് നോക്കുമ്പോഴേക്കും നോൺ PISലാണെങ്കിൽ ബ്രോക്കറേജ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് PIS ലെറ്ററിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ PISലാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റിയിലും ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. ബട്ട് നോൺ PISലാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റിയിലും അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലും BTSTയിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് PISലാണെങ്കിലും അതുപോലെ തന്നെ നോൺ PISലാണെങ്കിലും അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം നോൺ PISലായിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് പ്രൊസീജിയർ സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ കോസ്റ്റും വളരെ കുറവായിരിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് നോൺ PISൽ അക്കൗണ്ട് എടുക്കുന്നതിനായിട്ട് നമുക്ക് NRO അക്കൗണ്ട് മസ്റ്റ് കമ്പൾസറി ആണ്. പക്ഷേ നമുക്ക് PISൽ അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് NRO അക്കൗണ്ടോ അതോ NRI അക്കൗണ്ടോ മതിയായിരിക്കും. തുടർന്നുള്ള ഭാഗത്ത് നമുക്കൊരു NRI അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണമെന്നും അതുപോലെ തന്നെ എന്തെല്ലാം ഡോക്യുമെൻ്റ് ആണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു NRI അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിനൊരു 3 കീ തിങ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ പാൻ കാർഡ് നമ്പർ ആക്റ്റീവ് ആണെന്ന് നോക്കണം. അതിനായിട്ട് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ പോർട്ടലിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നോ യുവർ AO എന്നതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ പാൻ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുമായിരിക്കും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ആക്റ്റീവ് എന്ന് കാണും. അപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിൽ
നമുക്ക് സെറോദയുടെ ഹെൽപ്പ് അസിസ്റ്റൻസ് തേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ form@seroda.com ഒരു മെയിൽ അയക്കുക. നമ്മുടെ റെഫറൻസ് ID അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ റെസിഡന്റ് എന്നുള്ളത് നോൺ റെസിഡന്റ് ആക്കി മാറ്റണം. അതിനായിട്ട് നമ്മൾ ഈ പോർട്ടലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യൂസർ ID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈലിലോട്ട് വരും. നമ്മുടെ പ്രൊഫൈലിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അവിടെ റെസിഡന്റ് എന്നെടുത്ത് നമ്മൾ നോൺ റെസിഡന്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേജ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് KYC NRI ആയിട്ട് വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ വേണ്ട പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട്, പാൻ, അതുപോലെ നമ്മുടെ ഫോറിൻ അഡ്രസ് പ്രൂഫാണ്. അപ്പോൾ നമുക്ക് അതിന് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ ആ ഡോക്യുമെന്റ്സിലെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സെറോദയുടെ ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പം ഫോറിനിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന അതോറിറ്റി ഉപയോഗിച്ച് നോട്ടറൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കൺട്രീസിലുള്ളവർക്കാണെങ്കിൽ സെറോദയുടെ പാർട്ണറായ റുപ്പിഫ്ലോ ഉപയോഗിച്ച് നോട്ടറൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ദി ഫോംസ് ആണ്. അപ്പോൾ നമ്മൾ ഫോം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫിസിക്കലി പ്രിന്റ് എടുത്ത് അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇപ്പം സെറോദയുടെ ഒരു അക്കൗണ്ട് ഇല്ല, പുതുതായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് PAS അക്കൗണ്ട് അല്ലെങ്കിൽ നോൺ PAS അക്കൗണ്ട് എടുക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഒരു നോൺ PAS അക്കൗണ്ട് എങ്ങനെ എടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് കുറേ ആപ്ലിക്കേഷൻ ഫോംസ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെയും ഒരു സാമ്പിൾ കാണും. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇക്വിറ്റി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു DDBI ഫോം, FTCA ഫോം, FEMA ഡിക്ലറേഷൻ, PO ബോക്സ് ഡിക്ലറേഷൻ, NRA ക്ലയൻറ്റ് ഡീറ്റെയിൽസ് ഫോം, പാസ്പോർട്ട്, പാൻ, അഡ്രസ് പ്രൂഫ്, ഇമിഗ്രൻറ്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഇമിഗ്രൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഇമിഗ്രൻറ്റ് സർട്ടിഫിക്കറ്റ് ഫോം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ. ഇപ്പം നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൽ നെയിം വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്ക് പ്രൂഫ്, അതുപോലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇൻകം പ്രൂഫും ആവശ്യമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെറോദയിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്കത് NRA നോൺ PAS അക്കൗണ്ട് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഭാഗത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ടിലെ ഡെറ്റ് ബാലൻസ് നമ്മൾ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ വിഡ്രോ ചെയ്യണം. ഓപ്പൺ പൊസിഷൻ ക്ലോസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ നെയിമും സിഗ്നേച്ചറും വെരിഫൈ ചെയ്യണം. അപ്പം ഇതിനാണെങ്കിൽ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇക്വിറ്റി ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലോഷർ ഫോം, അക്കൗണ്ട് മോഡിഫിക്കേഷൻ ഫോം, FTCA ഡിക്ലറേഷൻ ഫോം, FEMA ഡിക്ലറേഷൻ ഫോം, NRA ക്ലയൻറ്റ് ഫോം, പാസ്പോർട്ട് നോട്ടറൈസ്ഡ്, പാൻ നോട്ടറൈസ്ഡ്, അഡ്രസ് പ്രൂഫ് നോട്ടറൈസ്ഡ്, ഇമിഗ്രൻറ്റ് കോപ്പി, സെൽഫ് ഡിക്ലറേഷൻ, ബാങ്കർ ലെറ്റർ, ബാങ്ക് പ്രൂഫ്, ഇൻകം പ്രൂഫ്. NRA അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും NROയും വരും, അതുപോലെ NRAയും വരും. ഇപ്പോൾ നമുക്കൊരു നോൺ PAS അക്കൗണ്ടാണ് ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ NRO സെലക്ട് ചെയ്യുക. അതിനുശേഷം റെഫറൻസ് IDയുടെ അവിടെ ZO PR FO എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഫോംസും, അതായത് എല്ലാ ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുക. A4 സൈസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നോട്ടറൈസേഷൻ ആണ്. നമ്മുടെ പാസ്പോർട്ട്, പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ് എല്ലാം നമ്മൾ നോട്ടറൈസ് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻ ഫോംസും ഫില്ല് ചെയ്തെല്ലാം നമ്മൾ സെറോദയ്ക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക. അത് form@seroda.com നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമുക്ക് റെഫറൻസ് ID കിട്ടുന്നുള്ളൂ. അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ മെയിൽ അയക്കാൻ വേണ്ടി. സ്റ്റെപ്പ് 5 എന്ന് പറയുവാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ മെയിൽ ചെയ്ത എന്തെങ്കിലും ഡോക്യുമെന്റ്സിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ സെറോദ നമുക്ക് തിരിച്ചൊരു മെയിൽ അയക്കും. അതുവരെ നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മെയിൽ അയച്ച എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫിസിക്കലി എല്ലാ ഡോക്യുമെന്റ്സും സെറോദയ്ക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 500 രൂപയുടെ ഒരു ചെക്കും നമ്മൾ സെൻഡ് ചെയ്യണം. കാരണം നമുക്കൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസാണ് അത് വരുന്നത്. നമുക്കിപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈം കാണുമ്പോഴത്തേനും നമുക്കൊരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് 1-2 തവണ കണ്ടു കഴിയുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കുറേ ഫോംസ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് മാത്രമല്ല നമ്മളിതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സെറോദയ്ക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ സെറോദ നമുക്ക് അതിനുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് NRIസിന് ഒരു നോൺ PAS അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാനാണ്. ഇപ്പോൾ ഒരു PAS അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ NRIസിനും ഒരു നോൺ PAS അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.